കേരള സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസിനെതിരെ SFIയുടെ പ്രതിഷേധം. അവിടെ SFI പ്രവർത്തകർ തുടർച്ചയായി അവിടെ ഇന്ന് രാവിലെയും ഇപ്പോഴുമൊക്കെ പ്രതിഷേധിക്കുകയാണ്. അലക്സ് മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഡോക്ടർ സിസ തോമസ് താൽക്കാലിക VCയുടെ ചുമതല ഇന്നലെ ഏറ്റെടുത്തിരുന്നതാണ്. ആ ഘട്ടത്തിലും പ്രതിഷേധമുണ്ടായി. ഇന്ന് വീണ്ടും SFI പ്രവർത്തകർ ഡോക്ടർ സിസ തോമസിനെ തടയാൻ ശ്രമിച്ചു, കരിങ്കൊടി കാട്ടാൻ ശ്രമിച്ചു, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഗവർണറുടെ RSS തിട്ടൂരം വാങ്ങി ഡോക്ടർ സിസ തോമസ് സർവകലാശാലയിൽ പ്രവേശിക്കേണ്ട എന്നാണ് SFIയുടെ തീരുമാനം. SFI ആ പ്രതിഷേധമാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിഷേധം ഉയർന്നിരുന്നത്. രാവിലെയും സിസ തോമസിനെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. ഒരാഴ്ചത്തെ താൽക്കാലിക ചുമതലയിലാണ് ഡോക്ടർ സിസ തോമസ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരിക്കുന്നത്. ഡോക്ടർ മോഹൻ കുന്നുമേൽ വിദേശയാത്രയായതിനാൽ അദ്ദേഹം ലീവിൽ പ്രവേശിക്കുകയായിരുന്നു. പക്ഷേ അതിനു മുമ്പ് നടന്ന സംഭവ വികാസങ്ങളാണ് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാവുന്നതുപോലെ രജിസ്ട്രാർ KS അനിൽകുമാറിനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യുന്നു, സർവകലാശാലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. തുടർന്ന് വലിയ പ്രതിഷേധം SFI ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തി. തൊട്ടു പിന്നാലെ വൈസ് ചാൻസലർ അവധിയിൽ പ്രവേശിക്കുന്നു. അതിൽ താൽക്കാലിക ചുമതല ഗവർണർ ഡോക്ടർ സിസ തോമസിന്, കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ സിസ തോമസിന് താൽക്കാലിക ചുമതല നൽകുന്നു. തുടർന്ന് സിസ തോമസ് കഴിഞ്ഞ ദിവസം വന്ന് ചുമതലയേറ്റത് കണ്ടതാണ്. സിസ തോമസിനെ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കില്ല, അവർ ഗോ ബാക്ക് എന്നാണ് SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത്. ഇപ്പോൾ ഈ പ്രവർത്തകർ അവരുടെ വാഹനം കടന്നു പോകുമ്പോഴാണ്, സർവകലാശാലയിൽ നിന്നിറങ്ങി വാഹനം കടന്നു പോകുമ്പോഴാണ് തടയാൻ ശ്രമിച്ചത്. പോലീസ് അത് വിഫലമാക്കിയിട്ടുണ്ട്. ഒരു പ്രവർത്തകരെ പോലീസ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ തൂക്കിയെടുത്തുന്ന ഒരു പരാതി. എന്താ പരാതി? ഇവിടെ സംഘർഷം വീസ വരുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടായതാണ്. ആ സമയത്ത് പോലീസ് പിടിച്ചു മാറ്റുന്നതിൽ കഴുത്തിൽ മുറുക്കെ കമ്പൗണ്ട് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ശ്വാസം മുട്ടി. അങ്ങനെയാണ് ആ പ്രതിഷേധം. ഇവിടെ ഗവർണറിനെയും കാട്ടി സെക്യൂരിറ്റിയാണ് VCക്ക്. താൽക്കാലിക VCയാണ് നിലവിൽ മോഹനം കുന്നുമൽ. ആ മോഹനം കുന്നുമലിന് പകരം വേറൊരു താൽക്കാലിക VCയെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി അലക്സ്, എന്തായാലും അലക്സ് സൂചിപ്പിച്ചതുപോലെ രാവിലെ പ്രതിഷേധമുണ്ടായി. പ്രവർത്തകർ വീണ്ടും സിസ തോമസ് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും പ്രതിഷേധിച്ചു. ആ ഘട്ടത്തിൽ ഒരു SFI പ്രവർത്തകനെ പോലീസ് ശാരീരികമായി ഉപദ്രവിച്ചു എന്ന പരാതി SFI പ്രവർത്തകർ പറയുകയാണ്. അവിടെ നിന്നുള്ള ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ ഉള്ളതാണ്, തടയാൻ ശ്രമിച്ച സമയത്തെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഏതാണ്ട് സ്ഥിതിഗതികൾ ശാന്തമാണ്. ഡോക്ടർ സിസ തോമസ് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. രാവിലെയും ഇപ്പോഴും 2 തവണയും താൽക്കാലിക VCയെ തടയാൻ SFI പ്രവർത്തകർ ശ്രമിച്ചു.